ഹായ് ഫ്രണ്ട്സ്, വെൽക്കം കൃഷ്ണഗിരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. വേറെ ഒന്നുമല്ല, അതൊരു സർപ്രൈസാണ്. നമുക്കത് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് എൻ്റെ സർപ്രൈസ് വീഡിയോ. ഏതാണ്ട് ഒരു കൊല്ലമെങ്കിലായി കാണും. ഒരു കൊല്ലം തന്നെ, ഒരു കൊല്ലം മുമ്പ് മേടിച്ച സാധനമാണ് പാട്ടുപെട്ടി. ആ വാങ്ങിയ സമയത്ത് ആളൊരു പുലിയായിരുന്നു. നമുക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം പാട്ടൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. കണ്ടില്ലേ, കുഞ്ഞൻ ബ്ലൂടൂത്ത്. നമുക്കൊരുപാട് സന്തോഷം പകർന്ന ഒരു കുഞ്ഞൻ ബ്ലൂടൂത്താണ്. അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോയിൽ തെറ്റിപ്പോയി. വീഡിയോയിൽ വേറൊരു ബ്ലൂടൂത്ത് വാങ്ങി. അതൊന്ന് കണ്ടു നോക്കിയാലേ. അടുത്ത ആൾ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ വാങ്ങിയ ബ്ലൂടൂത്താണിത്. ഇവനാണ് ആള് പുലിയാണ് കേട്ടോ. ഇവനെ ഓണാക്കി കഴിഞ്ഞ് പാട്ടിട്ട് കഴിഞ്ഞ് ഇവിടെ ആട്ടവും പാട്ടും ഒക്കെ. നമ്മൾ 4 പേരും കൂടി ഒരുമിച്ച് പാട്ടും കളിയും ഒക്കെ, ഡാൻസും. ഇതാണ് നമുക്ക് സന്തോഷം തരുന്ന അടുത്ത ബ്ലൂടൂത്ത്. സമയങ്ങളിലൊക്കെ നമ്മൾ ആകെ ടയേർഡായിരിക്കുന്ന സമയത്ത്, വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇത് ചില പാട്ടുകളൊക്കെ ഓണാക്കി ഇട്ട് കേൾക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയാമോ. അറിവ് വെച്ച കാലം മുതലൊക്കെ ഈ പാട്ടിനോട് വലിയ ഇമ്പമുള്ള ഒരാളാണ് ഞാൻ. റേഡിയോയിലായാലും ശരി, ഏത് മൈക്ക് സെറ്റ് ആയാലും ശരി, എവിടെ നിന്നായാലും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ, പാട്ട് കേൾക്കാത്ത പാട്ട് കേട്ട ഇഷ്ടമല്ലാത്ത ആരാണുള്ള. ഇതാണ് പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പാട്ടിടാൻ പറ്റത്തില്ല. പാട്ടിട്ട് കഴിഞ്ഞാൽ കുറ്റകരമാണ്. ഏത് പാട്ടിട്ടാൽ രജിസ്റ്റേഡ് പാട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റകരമാണ്. പാട്ടിടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മളെ കുട്ടിക്കാലത്തായാലും ഇപ്പോഴായാലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ തുള്ളാത്ത. ഇപ്പം ഒരു ഭയങ്കര ഒരു ട്രെൻഡാണ് പാട്ട് ഒച്ചത്തിലിട്ടിട്ട് തുള്ളക്കം. ഡി ജെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുള്ളയാണ്. ഘോഷയാത്രയ്ക്കായാലും ശരി, കല്യാണങ്ങൾക്കായാലും ശരി, ഏത് പരിപാടിക്കും ഡി ജെ പാട്ടിട്ട് കഴിഞ്ഞാൽ തുള്ളാത്തവരാരുമില്ല. അങ്ങനെ ഒരു സംഭവത്തിന് ഇപ്പം ഇവനാണ് ബ്ലൂടൂത്ത്. ഒന്ന് സൗണ്ട് ഉച്ചത്തിലൊരു പാട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ തുള്ളും. അതും ഡി ജെ പാട്ടായിരിക്കണം. നമ്മളെ കലാഭവൻ ചേട്ടൻ്റെ, മോഹൻലാലിൻ്റെ, മമ്മൂട്ടി, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട വേടൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് മുടിയനുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഡി ജെയിൽ. അവരെല്ലാവരും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നിരുന്ന അവരൊക്കെ പാട്ടിട്ട് കഴിഞ്ഞാൽ തുള്ളിച്ചാട്ടമാണ്. അതിനൊക്കെ ഇവരാണ്, ഈ പാട്ട് സെറ്റുകളാണ് ആൾക്കാർ. ഞാൻ ഇവിടെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഭാഗത്തായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഒരു ഭക്തിഗാനം, സുപ്രഭാതവും, വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാനാമവും പാട്ടുകളും ഭക്തിഗാനങ്ങളൊക്കെ ഇട്ട് ഒരു വീട്ടിനൊരു ഉണർവ് ഉണ്ടാകും ഇവനെ രാവിലെ പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും പാട്ടിടാൻ വലിയൊരു ആകാംക്ഷയുണ്ട്. പക്ഷെ നമുക്ക് പാട്ടിടാൻ പറ്റില്ല. പാട്ടിട്ടാൽ അത് നമ്മളാ വീഡിയോയ്ക്ക് ദോഷകരമായി വരും. അതുകൊണ്ട് പാട്ടിടുന്നില്ല.
ഞാനും ഇത് അത്യാവശ്യം സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജുകളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടും. അപ്പോൾ ഇതിൽ പാട്ട് ഹിന്ദി പാട്ട്, തമിഴ് പാട്ട്, മലയാളം പാട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞാനും പാടാറുണ്ട്. പിന്നെ പാടാൻ ഇഷ്ടമാണ്, ഇപ്പോഴും പാടും വേദികളിൽ കിട്ടിയാൽ. ചെറിയ സ്റ്റേജ് അറപ്പൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പാട്ടൊക്കെ പഠിച്ച് പാടാറുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.